ഈ നേതാക്കൾക്കെതിരെയും പാർട്ടിക്കെതിരെ തന്നെയും എത്ര കണ്ട് സ്ട്രോങ് ആയി തെളിവുകൾ കളക്ട് ചെയ്യാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഇനി എന്തായിരിക്കും ഇഡിയുടെ തുടർ നീക്കങ്ങളിൽ? ഒരു അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ പെട്ടെന്നൊരു അറസ്റ്റിലേക്ക് ഇഡി കടക്കാനുള്ള സാധ്യതയില്ല. നിലവിൽ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം, മുൻപ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി നിലവിൽ 27 പ്രതികളെയാണ് അധികമായി കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഈ കേസിലേക്ക് ആകെ 83 പ്രതികളാണ് ഇപ്പോൾ സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തിൽ ഉള്ളത്. ഇപ്പോൾ പുതിയതായി കൂട്ടിച്ചേർത്ത പ്രതികളിലാണ് പാർട്ടി അടക്കം പ്രതി, അല്ലെങ്കിൽ മുൻ CPM ജില്ലാ സെക്രട്ടറിമാരെ അല്ലെങ്കിൽ പ്രധാന മുതിർന്ന നേതാക്കന്മാരെ എല്ലാം പ്രതികളാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ വളരെ വിശദമായി തന്നെ ഈ കരിവഞ്ഞൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡി ഇവരെ എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്തിരുന്നു. M വർഗീസിനെയും അല്ലെങ്കിൽ AC മൊയ്തീനെയും ഒക്കെ ഇഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഈ പ്രതികളായുള്ള ഇപ്പോൾ നിലവിൽ പ്രതിപട്ടികയിലുള്ള CPM നേതാക്കന്മാരെയൊക്കെ ഇഡി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും പിന്നീട് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലൊക്കെ പോവുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് AC മൊയ്തീൻ ഈ ചോദ്യം ചെയ്യലിനെതിരെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇവർക്കെതിരെയൊക്കെയുള്ള എല്ലാ കൃത്യമായ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. 2011 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ കരിവഞ്ഞൂർ കള്ളപ്പണ ഇടപാട് അല്ലെങ്കിൽ ഈ കരിവഞ്ഞൂർ ബാങ്കിൽ പ്രധാനമായും ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നാണ് ഇഡി കണ്ടെത്തിയിട്ടുള്ളത്. ഈ കാലഘട്ടങ്ങളിൽ നടന്ന തട്ടിപ്പിലെല്ലാം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാർ, അക്കാലത്ത് CPM ജില്ലാ സെക്രട്ടറിമാരായിരുന്നു ഇവർ 3 പേർക്കും കൃത്യമായ അറിവുണ്ടായിരുന്നു. പാർട്ടിക്കും പാർട്ടിയിലെ പ്രധാന നേതാക്കൾക്കും അറിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പാർട്ടിക്ക് തന്നെ ബിനാമി അക്കൗണ്ടുകൾ കരിവഞ്ഞൂർ ബാങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് ആദായനികുതി വകുപ്പിന് അറിവുണ്ടായിരുന്നില്ല. അത് തീർത്തും രഹസ്യമായി പാർട്ടിക്ക് ഇത്തരം ബിനാമി അക്കൗണ്ടുകൾ, രഹസ്യ അക്കൗണ്ടുകൾ ബാങ്കിൽ ഉണ്ടായിരുന്നത് പുറത്ത് ആർക്കും അറിയില്ലായിരുന്നു എന്നാണ് ഇഡി കണ്ടെത്തിയിട്ടുള്ളത്. കൃത്യമായ തെളിവുകൾ തങ്ങളുടെ ഉണ്ട് എന്നാണ് ഇഡി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 128 കോടി രൂപ ഈ നിലവിൽ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ പണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളുമൊക്കെ കണ്ടുകെട്ടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ ഈ പ്രധാന നേതാക്കളുടെയോ അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ളവരുടെ അറസ്റ്റിലേക്കൊന്നും ഇഡി പോകാൻ സാധ്യതയില്ല. പക്ഷേ അപ്പോഴും നിയമ നടപടി ഇനിയിപ്പോൾ നിയമോപദേശം തേടിയ ശേഷം കൂടുതൽ ആലോചിച്ചുറപ്പിച്ച ശേഷമാകും ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുക. പക്ഷേ അപ്പോഴും ഈ പാർട്ടി അടക്കം പ്രതിയാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന 3 മുൻ ജില്ലാ സെക്രട്ടറിമാർ, 2 മുൻ മന്ത്രിമാർ, ഒരാൾ ഇപ്പോൾ ലോക്സഭാ MP ആണ്. അപ്പോൾ ഇവരെല്ലാം പ്രതികളാക്കിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ കുറ്റപത്രം കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. സൈഫുദ്ദീൻ.